ഉച്ച സമയത്താണ് പശുവിനെ കുത്തിയത്. കണ്ടമാനം മലന്തേനീച്ചയാണ് ഇത് വന്നു കാഞ്ഞാണ്ട് കുത്തി. പിന്നെ ഡോക്ടറെ കൂട്ടി കൊണ്ടുവന്നു കാഞ്ഞ് ഇഞ്ചക്ഷനൊക്കെ അടിച്ച്. പിന്നെ ഇത് രണ്ടാമത് വൈകുന്നേരം ഒരു 5 മണിയാവുന്ന സമയത്ത് രണ്ടാമതും തേനീച്ച ഒട്ടാകെ ഇറങ്ങി വന്നു കാഞ്ഞ് പശുവിനാണ്ട് പൊതിഞ്ഞ്. അപ്പോൾ ഞങ്ങൾ തീയൊക്കെ ഇട്ടും കാഞ്ഞാണ് അതിനെ രക്ഷപ്പെടുത്തിയത്. ഓലക്കൊടിയൊക്കെ കത്തിച്ചും കാഞ്ഞ്. അല്ല നിങ്ങൾക്കും കുത്തിട്ടി? അപ്പോൾ എനിക്കും കിട്ടി, ഒരു 3-4 പടിയും കിട്ടി, തലയ്ക്ക് കുട്ടി. ശരി. അതുപോലെ ചേച്ചിക്കും കിട്ടി, തലയ്ക്ക് കുത്തി. അപ്പോൾ എല്ലാവർക്കും ഇവിടുന്ന് കിട്ടിയില്ല കുത്ത് ഒരുപാട് ആൾക്ക് കിട്ടി. സംഗതി എന്താന്ന് മനസ്സിലായില്ല. നേരത്തെ കുത്തിട്ടി, എല്ലാവർക്കും കുത്തിട്ടി. അത് മാത്രമല്ല പശുവിനും കിട്ടി. കൂടെ പശുവിനാണ് കൂടുതലായിട്ട് കുത്തിട്ടി. മെമ്പർ പീയൂഷേട്ടൻ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ സ്പോട്ടിൽ എത്തുന്നത്. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അത്യാവശ്യമായിട്ടുള്ള പ്ലാവിന്റെ മുകളിലാണ് സംഭവം ഉള്ളത്. അപ്പോൾ അതിന്റെ മുകളിൽ നിന്ന് അതിനെ ഒഴിവാക്കി കൊടുക്കലാണ് നമ്മുടെ ടാസ്ക്. ആ മരത്തിന്റെ മുകളിൽ നിന്ന് തേനീച്ചനെ ഒഴിവാക്കിയാലേ വീട്ടുകാർക്ക് രക്ഷയുള്ളൂ, അല്ലെങ്കിൽ വീണ്ടും ആക്രമണത്തിനുള്ള സാധ്യത കൂടുതലാണ്. നമ്മളൊരു ടാസ്ക് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് വിജയിക്കാതെ വരില്ലല്ലോ. അതുപോലെ തന്നെ നമ്മൾ അതിനെ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. ഇതൊന്നല്ല പ്രശ്നം, പശുവിന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് അത്രക്കും കുത്താണ് പശുവിന് കിട്ടിയത്. പശുവിനെ ഞങ്ങൾ ഇന്നെ അനിയേട്ടൻ വിളിച്ചാണ് ഇവിടെ നിന്ന് പശുവിനെ കുത്തേണ്ടി പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ പശുവിനൊക്കെ പൊതിഞ്ഞുണ്ട്. ചുരുങ്ങിയതൊരു പശുവിന് ഒരു 500ഓളം ഈച്ച കുത്തിന്, അത്രയും അതിൻ്റെ മുകളിൽ അതിൻ്റെ ആരുണ്ടായിരുന്നു. ഞങ്ങൾ എന്നിട്ട് എല്ലാം ഉള്ളിയെടുത്ത് പശു ഇപ്പോൾ കാരണം കുത്തിയെടുത്തൊക്കെ വീങ്ങി നിൽക്കുകയാണ്. ഇപ്പം ഡോക്ടർ ആദ്യ ഡോസ് ഇഞ്ചക്ഷൻ അടിച്ചിട്ടുണ്ട്, നാളെ വരുന്നതാണ് പറഞ്ഞത്.